തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ മേരികുളം ലാലിച്ചൻ ബ്രദറിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ നേട്ടം പ്രതീക്ഷിച്ചെടുത്ത് വലിയ താഴ്ചയിലേക്ക് പോയ, കൊടും നഷ്ടത്തിലേക്ക് പോയ അനുഭവം. പക്ഷേ അവിടെ കടന്ന് നശിച്ചു പോവുകയല്ല. കർത്താവിൻ്റെ കൂടെ നടന്ന് ആ നഷ്ടത്തിൽ നിന്ന് കയറി ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് ദൈവം സഹായിച്ച അനുഭവങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കുകയാണ്. ചേട്ടാ, ഞാൻ ഈ അങ്ങയെ കാണാൻ തുടങ്ങിയിട്ട് എൻ്റെ ഒരു 10-25 വർഷമായി. അപ്പോൾ അന്നും ഈ ഇതുപോലെ തന്നെ നരച്ച താടിയും ഒക്കെ, അന്ന് മുടിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നരച്ച താടി ഇത് വാസ്തവത്തിൽ ഇത് പ്രായാധിക്യം മൂലം ഉണ്ടായതാണോ അതോ? എൻ്റെ 9ാം ക്ലാസ് മുതൽ നരയ്ക്കാൻ തുടങ്ങിയതാ. ഓ, 9ാം ക്ലാസ്സിൽ മുതൽ നരയ്ക്കാൻ തുടങ്ങി. 9ാം ക്ലാസ്സിൽ ഒരു 20% നരച്ചിരുന്നു. ഓ, അത് പാരമ്പര്യമാണോ അതോ? പാരമ്പര്യമാണ്. അത് ശരി. പക്ഷെ ഇന്ന് വരെ നമ്മളതിനെ ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഡൈ ചെയ്തിട്ടില്ല. ഓ, അത് ശരി, കൊള്ളാം. അതിങ്ങനെ തന്നെ അതിനെ നമ്മൾ അങ്ങ് സ്വീകരിച്ചു. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട്, ജീവിതത്തിന്റെ ഭാഗമായിട്ട് അങ്ങ് സ്വീകരിച്ചു. ഓക്കെ, നമുക്ക് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ 1 കോടി രൂപയുടെ കടബാധ്യത വരുന്നു, വീടും സ്ഥലവും എല്ലാം വിൽക്കുന്നു, വാടക വീട്ടിലേക്ക് പോകുന്നു. അമ്മയും ഭാര്യയും മക്കളും എല്ലാം വലിയ ദുഃഖത്തിലായിരുന്നു. അതിൻ്റെ പരാതിയും പരിഭവവും ഒക്കെ അവർക്കുണ്ടായിരുന്നു. പരിഭവം, പരാതി എന്ന് പറയുന്ന ഒന്നും അവരുടെ ജീവിതത്തിൽ. എൻ്റെ വൈഫ് പറഞ്ഞത്, നമുക്ക് അമ്മച്ചിയെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ആക്കുക, നമുക്ക് കടത്തണ്ണയിലാണെങ്കിലും കിടക്കാം, നോ പ്രോബ്ലം. അത് എനിക്കൊരു ബലിബലമായിരുന്നു. അവളായിരുന്നു എൻ്റെ പുറകിൽ നിന്നുള്ള പിൻബലം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പരിഹാസങ്ങൾ എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ഏത് ദേവാലയത്തിൽ ചെന്നാലും ഏറ്റവും മുമ്പിലേ പോയി നിൽക്കുള്ളൂ. അതെനിക്ക് അസസിയിൽ നിന്ന് കിട്ടിയ ഒരു തിരിച്ചറിവാണ്. അത് സുഭാഷിതം 5:1, നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുവാൻ അടുത്ത് വരുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം. ആ വചനം എനിക്ക് എന്നെ ബലിപീഠത്തോട് അടുപ്പിക്കും. ഞാനത് ഇന്നും അതെ ഏറ്റവും വേണ്ടിപ്പിച്ചു. നമ്മൾ സ്വർഗസ്വനായ പിതാവെ ചെല്ലുമ്പോൾ അറിയാതെ നമ്മൾ കരം ഉയർത്തിപ്പോകും. അപ്പോൾ പരിഹസിച്ചിട്ടുണ്ട്, കൊടുക്കാനുള്ളവരെ കൊടുത്തിട്ട് ഇവൻ കരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ, അങ്ങനെയുള്ള പരിഹാസങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ എല്ലാ കരങ്ങളും ഉയർത്തി, എൻ്റെ അപ്പൻ്റെ മുക്കിലേക്കാണ് ഞാൻ എൻ്റെ കരങ്ങൾ ഉയർത്തുന്നത്. എൻ്റെ കരങ്ങൾ ഉയർത്തും. ഞാൻ അവഹേളനോ അവമാനിതനോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇതിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തെ അവഹേളിക്കരുത്. എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത്, തത്തിപ്പല്ലേ എന്നൊക്കെ പറയുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഈ ശുശ്രൂഷാ ജീവിതത്തിൽ നിന്നും കൂടെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നത് എന്താ? ശുശ്രൂഷാ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്നാന്ന് വെച്ചാൽ, അത് നമ്മുടെ എന്നെ ഇപ്പോൾ ഞാൻ പറയുന്നതിന് എനിക്ക് വിഷമമില്ല. സഭാതലത്തിൽ നിന്ന് പോലും ചില വിലക്കുകൾ വന്നിരുന്നു. കാരണം ഇതുപോലെ കൃത്യനിഷ്ഠയില്ലാത്ത ഒരാൾ സാക്ഷിയില്ലാതെ പ്രഘോഷിക്കണ്ടായെന്നൊരവസ്ഥ. ഓ, അതായത് ഈ ഇത്രയും കടബാധ്യത ഉള്ളപ്പോൾ എങ്ങനെ കടം വന്നു, അല്ലെങ്കിൽ ഈ കടം വീട്ടാൻ എന്തെങ്കിലും ആ മാർഗം, അങ്ങനെയൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ആരും ഒരു സൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്രയും കടബാധ്യത ഉള്ള നീ മാറി നിന്നാൽ മതി. കാരണം അത് നീ എതിർസാക്ഷിയാകും. ഓക്കെ, പക്ഷേ ദൈവം എങ്കിലും ഞാൻ വിശുദ്ധ കുർബാന ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല മുടങ്ങാറില്ല. വിശുദ്ധ കുർബാനയിൽ മണിക്കൂറോളം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയില്ലായിരുന്നു. പിന്നെന്താ അടുത്ത സ്റ്റെപ്പിൽ? പിന്നെ എന്ത് ചെയ്തു? ജോലിക്ക് പോയോ? അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈവറായിട്ട് ഞാൻ ജോലിക്ക് കയറി. 8,000 രൂപ ശമ്പളമാണ്. 5,000 രൂപ വീട് വാടക കൊടുക്കണം. അമ്മച്ചിക്ക് മരുന്നിന് 1,800, 2,000 രൂപ അടുത്ത് വേണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒന്നിലും എത്തുകയില്ല. പക്ഷെ ഞാനതിന് ചുരുങ്ങി നിന്ന് നമ്മളില്ലേ, 4 ബണ്ണും 1 കുപ്പി വെള്ളവും കൊണ്ടാണ് ഒരു ദിവസം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി, വെള്ളം 20 രൂപ കൊടുക്കണ്ടേ, അത് മേടിക്കാനുള്ള അത് പോയില്ലേ, അമ്മച്ചിക്ക് മരുന്ന് മേടിക്കണം, ഇതൊക്കെയായിരുന്നു. അങ്ങനെ 1 മാസം 1.5 മാസം വണ്ടിയെ പോയുള്ളൂ. അപ്പോഴത്തേക്ക് എന്നെ ജോസഫിനെ എടുത്തു വെച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൻ്റെ മാനേജരായിട്ട് സ്ഥാനക്കയറ്റം നൽകി. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്, ഇപ്പോൾ 8,500 രൂപ വെച്ച് സാലറി തരുള്ളൂ ഓഫീസിൽ നിന്ന്, ബാക്കി ഞാൻ ഒരു തുക തന്നോളാം. അങ്ങനെ 15,000 രൂപ സാലറി ആയി. മനസ്സിലായി, ആ 15,000 രൂപ ശ്വാസം വിടാൻ നമുക്കൊന്ന് നിൽക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെ 2 വർഷം 3 വർഷത്തോളം ഞാൻ നിന്നു. 3 വർഷത്തോളം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പനിക്ക് ചില നഷ്ടങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക്
പാർട്ട് ടൈം ആക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് പറ്റത്തില്ല, കാരണം ആഴ്ച 2 ദിവസമൊക്കെ ജോലി ചെയ്താൽ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ഞാൻ അതായത് ഈ കോവിഡ് വന്ന സമയത്ത് എന്ത് ചെയ്തു തന്നപ്പോൾ? കോടി ചെന്നപ്പോൾ ആ ജോലി തന്നെയല്ലായിരുന്നു? അല്ല, ആ ജോലി ഇല്ലായിരുന്നു. ആ ജോലിയൊക്കെ അന്നും തീർന്നായിരുന്നു. അതായത് പാർട്ട് ടൈം ആക്കി നമുക്ക് പറ്റാത്ത അവസ്ഥയിലേക്കായി. അന്നും എന്നെ ഇടയ്ക്ക് ലോകത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബിനോയ് ബ്രദർ മാത്രമേ ഉള്ളൂ. മനസ്സിലായി. കോവിഡിന്റെ ഒരു കാലഘട്ടത്തിൽ ബിനോയ് വീട്ടിൽ വന്നിരുന്നു. മുന്നോട്ട് പിന്നെ എങ്ങനെ പോയത് കാര്യങ്ങൾ? മുന്നോട്ട് പോയത് ആ കാലഘട്ടത്തിൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പറയുമ്പം മറ്റുള്ളവർ നമ്മൾ അതിശയോക്തി കലർത്താന്ന് തോന്നുമായിരിക്കും. നമ്മൾ റേഷൻ കൊണ്ട് മാത്രമാണ് ജീവിച്ചത്. പക്ഷേ അത് തിന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വയറ്റുവേദന ആയി തുടങ്ങി. ഒരു കറി നമുക്കും പറ്റത്തില്ലാത്ത അവസ്ഥ. അങ്ങനെയൊക്കെ ഒത്തിരി വേദനിച്ചു. പക്ഷേ അവിടെയെല്ലാം കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റി. ഇതിനിടയിൽ അമ്മച്ചി മരിക്കുകയും ചെയ്തു അല്ലേ? അമ്മച്ചി ക്യാൻസർ ആയിരുന്നു. അമ്മച്ചി ക്യാൻസർ വന്ന് അമ്മച്ചി മരിക്കുന്നത്. അമ്മച്ചി മരിച്ചു 2016 ആയപ്പോഴത്തേക്ക് വൈഫിന് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ആരംഭിച്ചു. പെട്ടെന്ന് മുണ്ടൈ മെഡിക്കൽ ടെസ്റ്റ് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഏറ്റവും പെട്ടെന്ന് ഒന്നെങ്കിൽ പിന്നെ RCC അതല്ലെങ്കിൽ വെല്ലൂര്, ഈ 2 പോകാവുള്ളൂ. വേറെ എവിടെ പോയാലും നിങ്ങളുടെ കുടുംബവും തീരും, ആളും പോവും. ഒരു സൽഗത. ഞാൻ RCCയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, വെല്ലൂരിനെ കുറിച്ചും കേട്ടിട്ടേ ഉള്ളൂ. RCCയിലേക്ക് അവിടുന്ന്, അതായത് 2.25 പോയിന്റ് ആവശ്യമുള്ള ഒരു അണു, അത് 4 ലക്ഷത്തെ നിൽക്കുക. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം വൈഫിന്. അങ്ങനെയായി RCC ചെല്ലുന്നത്. RCC ചെന്നപ്പം അവിടുന്ന് തിരസ്കരിച്ചു, പറ്റിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ബ്രദർ അവിടെ വീട്ടിൽ വന്നു. ഓർക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചിട്ടൊരു ദൂത് പറഞ്ഞു, കർത്താവ് ഇത് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. ബിനോയ് ബ്രദറും ബിജു ബ്രദറും കൂടെ വന്ന് അത് നമ്മളെ അംഗീകരിച്ചു. പക്ഷേ അവിടെ ചെന്നു. ഏതായാലും അവിടുന്ന് അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റൂമിൽ വരുന്നതിന് മുമ്പ് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിളിച്ചു. എമർജൻസി ഉടനെ തിരിച്ചു വരാം. അങ്ങനെ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഓപ്പറേഷൻ നടന്നു. യൂട്രസ് റിമൂവ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചെറിയ തടുപ്പ് പോലെയൊക്കെ തോന്നിയിരുന്നു. അത് ബയോപ്സിക്ക് അയച്ചു. പക്ഷേ ഡോക്ടർ എമ്മ പറഞ്ഞത് തൻ്റെ 9 വർഷത്തെ RCCയിലെ ജോലിക്കിടയിൽ ആദ്യത്തെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് വൈഫിന് എഴുതിയത്. അത് ക്യാൻസർ പൂർണ്ണമായി സൗഖ്യപ്പെട്ടെ. അങ്ങനെ സുഖപ്പെട്ടാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അവിടുന്ന് ഞാൻ സാമ്പത്തിക പ്രതിസന്ധി, അപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. പക്ഷേ അവിടെ എല്ലാം ഈ അതിജീവിക്കാൻ ദൈവം എനിക്കൊരു വഴിയൊരുക്കി തന്നത്. ശരിക്കും തകർച്ചകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു മുഴുവൻ. സാമ്പത്തികമായിട്ടെല്ലാം തകർന്ന് ഒന്നുമില്ലാണ്ടായി, വാടക വീട്ടിലായി, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ റേഷൻ പച്ചരി മേടിച്ച് വയറുവേദന എടുക്കത്തക്ക വിധത്തിൽ അതിനിടയിൽ ഇതുപോലെയുള്ള മാരകമായ രോഗം. ഇതിന്റെ എല്ലാം മധ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ വലിയ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാവുന്നതാണ്. എന്നാൽ ആ സമയത്തും പ്രത്യാശയോടെ ചിരിച്ചുകൊണ്ട് ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത് അതിന് പിന്നിലുള്ള ശക്തി എന്തായിരുന്നു? അതെന്നിലെ എനിക്ക് തോന്നുന്നത് ദൈവം ആത്മാവ് നയിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള ശക്തിയോ കഴിവൊന്നുമില്ല. മനസ്സിലായോ? ആ സമയത്ത് ഈ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റുള്ള പ്രാർത്ഥന അതൊരു ദിവസവും മുടങ്ങാറില്ലായിരുന്നു. പക്ഷേ മുടക്കാറില്ല. ഇല്ല, വിശുദ്ധ കുർബാന ഞാൻ പറഞ്ഞ കൂടുതൽ വേദന വരുന്ന അന്ന് ഇച്ചിരി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കാറേ ഉള്ളൂ. ഞാൻ ഈ ചരലൊക്കെ എടുത്തിട്ട് അതിൽ മുട്ടാൻ നിൽക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ 1 മണിക്കൂറൊക്കെ നമുക്ക് സുഖമായിട്ട് നിൽക്കും. ഒരു വേദന അനുഭവപ്പെടാറില്ല. കാരണം ഈ വേദന അത്ര ഇല്ല. ഈ വേദന അതുപോലെ വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല. പലരും പറയുന്നതിനാന്ന് വെച്ചാൽ ആരോ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ നോട്ട് അരട്ടിപ്പിക്കാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഒരു ചായ പോലും കുടിച്ച് കാശ് കളയാത്ത ഇയാൾക്ക് എങ്ങനെ ഈ തകർച്ച വന്നു? ജനം അതേ കാണുള്ളൂ. അത് അങ്ങനെ കണ്ടതും. പക്ഷേ അവിടെയൊക്കെ ഞാൻ ആരോടും എന്താ ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മളെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ സ്വയം ന്യായീകരണമായല്ലോ എന്നുള്ള അത് ശരിയാവത്തില്ല. കാലഘട്ടത്തിന്റെ പൂർണ്ണതയിൽ ദൈവം വെളിപ്പെടുത്തട്ടെ. അങ്ങനെ കിടപ്പാടും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്ക് പഠിക്കാനായിട്ട് പോയി. അതായത് ഈ പിന്നെ ഭാര്യയുടെ രോഗത്തിൽ നിന്ന് ഒരു സൗഖ്യം കിട്ടി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഈ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നത് വാസ്തവത്തിൽ അതൊരു വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യുകയും ചെയ്തു. പറഞ്ഞു. കാരണം പുള്ളിക്കാരി പറഞ്ഞ ഇത് ആദ്യത്തെ കേസാന്ന് പറഞ്ഞത്. ഓക്കെ.
അപ്പൊ അതിനുശേഷം ഒരു പേടി വല്ലതും ഉണ്ടായിരുന്നോ, ഇതിനെയും വീണ്ടും വരുവോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കർത്താവ് പക്ഷേ തൊട്ടതാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചെന്നു അവിടെ. ഞങ്ങളൊന്ന് ചുമ്മാ ചെക്കപ്പിൽ നിന്നുള്ള മാനുഷിക പരിഗണന വെച്ച്, അത് ദൈവത്തിൽ ആശ്രയബോധം ഇല്ലാഞ്ഞിട്ടല്ല, വൈദ്യം നമ്മൾ മാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മേലെ RSSലേക്ക് വന്നേക്കരുന്നു. ഇത് പരിപൂർണമായിട്ട് ഇനി RSSലേക്ക് നിങ്ങൾ വരേണ്ട ഒരു കേസും ഇല്ല, ഫയൽ മണക്കുമെന്ന് പറഞ്ഞു. ശരി. അപ്പൊ ഇതിനോടെല്ലാം അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കഷ്ടതകൾ കരകവിഞ്ഞൊഴുകുമ്പോഴും അതിൻ്റെ മുകളിൽ കൂടെ നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ ഒരു കരം, അത് നമ്മുടെ കൂടെയാണ്. പിന്നെ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, തകർച്ചയുടെ നാളുകൾ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്. അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലായത് മുഴുവൻ ഇത്രത്തോളം വഴി നിർത്തി ദൈവത്തിലല്ലേ നമ്മൾ ആശ്രയിച്ചേ. കാരണം തകർച്ചയുടെ നാള് ദൈവം നമ്മളോട് സംസാരിക്കാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. അത് പ്രവാചകഗ്രന്ഥം മുഴുവൻ വായിക്കുമ്പോൾ അങ്ങനെയാണ്. തകർച്ചയുടെ നടുവിൽ നിന്നാണ് ദൈവം സംസാരിച്ചേ. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു ഒന്ന് പച്ച പിടിക്കാനായിട്ട്? ഞാൻ പറഞ്ഞ കടപ്പാടുമില്ല, ഒന്നുമില്ല, വാടകയ്ക്കാണ്, ഒരു പൈസ നമുക്ക് ആരിലും കിട്ടാനില്ല, സഹായിക്കാൻ പിള്ളേരെ പഠിപ്പിക്കണം. അങ്ങനെ മക്കൾ 2 പേര്. മോളിപ്പോൾ MSW കഴിഞ്ഞ് നിൽക്കുന്നു, മോൻ +2 അങ്ങനെ നിൽക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്ക് എടുത്തു പഠിച്ചു. അത് പഠിക്കാൻ പോകാനുള്ള കാരണം പിന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ റോയി എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറച്ച് നാൾ പോയതിന് ശേഷമാണ് ഞാൻ സിക്ക കമ്പനിയിലേക്ക് ഒന്ന് പോകുന്നത്. സിക്ക കമ്പനിയിൽ പോയിട്ട് അതിൻ്റെ ഒരു 6 മാസത്തോളം അവിടെ നിന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ നനവ് നമ്മൾ ഈ വീടുകളുടെ ചോർച്ച, നനവ്, ആ വർക്കാണ് അവർക്ക് നമ്മൾ എടുക്കാൻ മാറ്റി കൊടുക്കും എല്ലാം. അത് നമ്മൾ 20 വർഷത്തെ വാറന്റിയോട് കൂടി ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്തു കൊടുത്തു പറഞ്ഞപ്പോൾ ആ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്കിൽ നിന്ന് ദൈവം എന്നെ പയ്യെ ഉയർത്താൻ തുടങ്ങി. ഇന്ന് ഞാൻ ഒരു 10 സെന്റ് സ്ഥലവും ഒരു വീടും കൂടെ ദൈവം കഴിഞ്ഞ വെള്ളിയാഴ്ച. ഈ ബിസിനസ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇത് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞു. ദൈവം 3 വർഷം കഴിഞ്ഞു. ഓ, ഈ 3 വർഷത്തിനോടിടയിൽ നമ്മുടെ ആ പഴയ കടബാധ്യതകളൊക്കെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആ ബാധ്യതകളൊക്കെ അതുകൊണ്ട് 100% എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി. ഇതും കൊണ്ട് മുങ്ങിയില്ല, അല്ലെങ്കിൽ കടം കയറി ചെയ്ത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല, കടമൊക്കെ വീട്ടിൽ എന്ന ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷെ നമ്മളിതിനെ ഒന്നും പിന്നെ ഈ നമ്മളെ പരിഹസിക്കുന്നവരോടോ കളിയാക്കുന്നവരോടൊന്നും നമ്മൾ പ്രതികരിക്കാറില്ല. എന്നും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാതെ മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള വാതില് വഴി ദൈവം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഞാനിപ്പം ബ്രദർ പറഞ്ഞതുപോലെ ബ്രദറിൽ നിന്നാണ് അതെനിക്ക് മനസ്സിലായത്. ഈ വചനം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ആ മെസ്സേജ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ സാമ്പത്തിക മേഖലകളിൽ വചനം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം അപ്ലൈ ചെയ്ത് അത് ഓരോ ദിവസവും, എല്ലാ ദിവസവും. പക്ഷെ അത് ഭയങ്കര അനുഗ്രഹമായിട്ടൊന്ന് മാറാൻ തുടങ്ങി. ചെയ്യുന്നിടമെല്ലാം വർക്കിനെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. വർക്ക് നമ്മളെ തേടി ഇങ്ങോട്ട് വരിക. ഇഷ്ടംപോലെ വർക്കുകൾ വരാൻ തുടങ്ങി. ഇപ്പൊ നമുക്കൊരു 14ഓളം സ്റ്റാഫുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളാക്കി 14 കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു നല്ലപോലെ. ഇപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ അവസ്ഥ ദൈവം മാറ്റി ഉയർത്തി. ശരിക്കും നമ്മൾ കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്ത് പോകേണ്ട സാഹചര്യത്തിൽ നിന്ന്, അല്ല വേറെ ആരാണേലും ബ്രദറെ ഇന്ന് ഭൂമുഖത്ത് കാണത്തില്ല. ആ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ ഇപ്പൊ ഒരു 14ഓളം കുടുംബങ്ങൾ കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ, ആ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യത്തക്ക വിധത്തിൽ കർത്താവ് ഉയർത്തി. ഞാൻ 2020 ഒരു വണ്ടി എടുത്തിരുന്നു, പിക്കപ്പ് വണ്ടി. ആ വണ്ടി എനിക്ക് CC പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ കൊടുക്കേണ്ടി വന്നു. അത് പോയി. അപ്പോൾ അതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിലനിൽപ്പില്ലാതെ പോയി, നിൽക്കാൻ പറ്റാതെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം മുമ്പ് ആ വണ്ടി 30,000 കിലോമീറ്റർ ഓടിയില്ല. ആ വണ്ടി തന്നെ എനിക്ക് തിരിച്ചു പോന്നു. എനിക്ക് കൈവിട്ടു പോയ സാധനം, അതായത് നഷ്ടപ്പെട്ടു പോയതൊക്കെ ഞാൻ തിരിച്ചു തരുമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ ജീവിതത്തിൽ കറക്റ്റാ. ഇടയ്ക്കൊന്ന് പറഞ്ഞായിരുന്നല്ലോ, ഒരു % സ്ഥലം, ഒരു വീടും ഒക്കെ കർത്താവ് തന്നെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാ വാങ്ങിക്കാൻ പറ്റിയത്? അത് വാങ്ങിക്കാൻ പറ്റിയത് ഇതിനകത്തുനിന്ന് കുറച്ച് പൈസ നമ്മൾ വർക്കിന്റെ സേവ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ അടഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ. നമുക്ക് ഈസിയായിട്ട് അടഞ്ഞു പോകാൻ പറ്റും. അത് എവിടെയായിട്ടാ ഇപ്പൊ ഈ പുതിയ വീട് എടുത്തത്? ഇത് ഞാൻ ഏറ്റവും അധികം ബ്രദറെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ദേവാലയത്തോട് ചേർന്ന് എനിക്കൊരു
ഭവനം തരണം. അതായത് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനുള്ള സൗകര്യം. അതായത് പ്രായമായാലും മക്കള് അഥവാ കൊണ്ടുപോകുന്നില്ലെങ്കിലും അവിടുന്ന് ഇരുന്ന് ഇറങ്ങിയാണേലും പള്ളി വരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഇത്രയും കൃത്യമായി പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കണ്ടത് ഈ സ്ഥലം എൻ്റെ കയ്യിലോട്ട് തന്നപ്പോഴാണ്. അതായത് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ മരിച്ച് എടുത്തോണ്ട് കയ്യിൽ നിന്ന് പോകണ നേരെ സെമിത്തേരിയിലോട്ടാണ് പോകുന്നത്. അത്ര അടുത്താ ദേവാലയവും പള്ളിയും സെമിത്തേരിയല്ല. പള്ളിയുടെ മേടയാന്ന് തോന്നുന്നു. പള്ളി മേടയാണെന്ന് എല്ലാവരും ഓർത്തേക്കുന്നേ, ഇപ്പോഴും ഓർക്കുന്നത് തന്നെയാണ്. അത്ര അടുത്ത് തന്നെ. അത്ര അടുത്ത് ഹൈവേ. ശരിക്കും പറഞ്ഞാല് ഈ അതാണ് ഈ പരിശുദ്ധ കുർബാനയോടുള്ള ഈശോയോടുള്ള ആ സ്നേഹം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കർത്താവിൻ്റെ ബലിയർപ്പിക്കുവാനായിട്ട് പള്ളി വരണമെന്നുള്ള ഒരു ആഗ്രഹവും ഒക്കെ ദൈവം അതിനെ എത്രമാത്രം മാനിച്ചു. ആ പള്ളിയോട് ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു വീട് കർത്താവ് ഒരുക്കി തന്നിരിക്കുക. എത്ര ദൈവം നമ്മുടെ ആ പ്രാർത്ഥന, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന. ഇത്രയും മാത്രം നമ്മൾ ഒരിക്കലും ഇത്രയും അടുത്തത് നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ ലാഭം ആരെങ്കിലും പറഞ്ഞാലും കൊടുക്കുന്നില്ല. ഒരിക്കലും അതിലി കൊടുക്കുന്ന പ്രശ്നം ഞങ്ങൾ അവിടെ തരുവുള്ളൂ. അവിടെ കൊണ്ട് ഈ ലോകത്തിലെ എത്രമാത്രം ശരിക്കും ദേവാലയവുമായിട്ട് അടുത്തുള്ള ഒരു ഭവനം അല്ലേ? അതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതുപടി അക്ഷരം പ്രതി നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് ഇങ്ങനെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. ശരിക്കും ഇത് കേൾക്കുന്നവർക്കും അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ്. ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. എനിക്ക് തോന്നുന്നു ലാലിഞ്ഞാനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്യം, ഏറ്റവും പറയുന്ന ഒരു വാക്യം അതാണ്. എല്ലാം എന്ത് നഷ്ടം വന്നാലും അതെ തീർച്ചയായിട്ടും എല്ലാം നന്മയ്ക്കായി. ചിലപ്പോ ഒരു നമുക്കൊരു ആദ്യ പോലെ ഒരു ഭയം കയറി വരാറുണ്ട്. ആ വരം എന്ന് പറഞ്ഞ ഈ വചനം ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയമില്ല. പിന്നെ ഭയത്തെ പറ്റി നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ശരിക്കും പഴയതുപോലെ വീണ്ടും ആ വചന പ്രഘോഷണത്തിലേക്കൊക്കെ ഒന്നുകൂടൊന്ന് ഉഷാറാകണം. ഇനിയും ദൈവം അതിനു വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കും, തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും എന്ന് ഒരു ആഗ്രഹവും ഒരു ചിന്ത ഉണ്ടോ? എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ദൈവം വിളിച്ച വിളിയിൽ നിന്ന് ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. നമ്മളാണ് പിന്മാറിയിരിക്കുന്നത്. അത് തിരിച്ചു വരാൻ 100% ആഗ്രഹം എനിക്കുണ്ട്. അതായത് അത് ഈ കഴിഞ്ഞ ഡിസംബറിൽ ബിനോയ് ബ്രദറും പനക്കിലും കൂടെ ആ ധ്യാനത്തിലും വെച്ച് എനിക്ക് കിട്ടിയ ഒരു പുതിയ എനിക്ക് ആ ധ്യാനത്തില് എനിക്ക് കിട്ടിയ പ്രചോദനം ഇതാ. ശരിക്കും ഒരു രണ്ടാം വരവും ഭരണങ്ങാനം അസീസിൽ തന്നെയാണ്. രണ്ടാം വരവ് സത്യമായിട്ടും അവിടെ വെച്ചാണ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ജ്വലിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വീണ്ടും ഞാൻ പ്രവേശിച്ചത്. അന്ന് മുതല് ഇപ്പൊ ഒരു 10 മിനിറ്റ് കൂടെ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങി. കാരണം ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അന്നൊരു ദൂത് അവിടെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് കൂടെ ലോകം മുഴുവനും വേണ്ടി എല്ലാ ഭൂഖണ്ഡങ്ങളെയും എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അപ്പൊ ഇവ 3:45 ശരിക്കും ഉറക്കത്തെയും ആരോഗ്യത്തെയൊക്കെ ഇല്ല, ഉറക്കത്തെ മാനിക്കുക ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നല്ല ആരോഗ്യം. ഈ നരയും കാര്യങ്ങളൊക്കെ അത് പാരമ്പര്യമാണെന്ന് പറഞ്ഞു. ആരോഗ്യത്തിനൊന്നും ഒരു വിഷയമില്ല എനിക്ക്. കാരണം എൻ്റെ മനസ്സൊരിക്കലും തളരാൻ ദൈവത്തിലായിരുന്നുകൊണ്ട്, തമ്പുരാൻ എന്നെ കൈപിടിച്ചിരുന്നുകൊണ്ട്. അതായത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും ശരിക്കും മാനസികമായിട്ട് നമ്മൾ ഒട്ടും തളർന്നു പോയിട്ടില്ല. അങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏലപ്പാറ കുരിശുപള്ളിയിൽ രാവിലെ 8:30 വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു നോക്കും. എഴുന്നള്ളിച്ചു വെച്ചാൽ ആ 8:30 അവിടെ കയറിയിരുന്നാൽ രാത്രി 9:30-10 മണി ആകുമ്പോഴേ അത് ക്ലോസ് ചെയ്യുള്ളൂ. ആ 10 മണിക്ക് ക്ലോസ് ചെയ്യുന്നിടം വരെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ചുമല ആ കാർപ്പറ്റയിൽ എൻ്റെ കണ്ണുനീര് വീണിട്ട് വെളുത്ത പാട് വീണിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പല ദിവസങ്ങളിൽ അവിടെ ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് വെച്ച് ഞാൻ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത ദാനിയേൽ സിംഹക്കുഴി കിടന്ന പോലത്തെ ഒരു ആനന്ദത്തിലേക്ക് വരാൻ പറ്റും. ഏത് പ്രതിസന്ധികളിലും അതിനെ അതിജീവിക്കാൻ ശക്തൻ ഒരാൾ എൻ്റെ ഒപ്പമുണ്ട്. ആ ശക്തിയാണ് ഇത്രത്തോളം എത്തിച്ചത്. ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് അങ്ങേ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങ് ആ ശുശ്രൂഷ ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ പല പള്ളികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും അങ്ങനെയുള്ള ശുശ്രൂഷകളിലേക്കൊക്കെ മടങ്ങി വരുമ്പോൾ ശരിക്കും എന്താണ് അങ്ങേക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് മുന്നോട്ടുള്ള കുതിപ്പിൽ? 88-89 ആ കാലഘട്ടത്തിൽ വന്ന 90 ആയപ്പോഴത്തേക്ക് കത്തിയായിരുന്നല്ലോ അല്ലേ? ആ ഒരു കത്തലിലേക്ക് വീണ്ടും കത്തിക്കയറണം എന്നുള്ള എൻ്റെ ആഗ്രഹം.
അതിനുവേണ്ടി ഇനിയും കർത്താവ് ഉപയോഗിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും 100%. അവിടുന്ന് മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. ഈ ലോകവും ചില പിന്നെ നിയമങ്ങളും ഒക്കെ ചട്ടക്കൂടിനകത്ത് നമ്മളെ മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ദൈവം ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല എന്നെ. എനിക്ക് ആ കാര്യത്തിൽ 100% ഉറപ്പെട്ടു. ഞാൻ ആ പ്രത്യാശയിലാണ് മുന്നോട്ട് പോകുന്നു. അതായത് ആത്യന്തികമായിട്ട് അങ്ങേക്ക് പറയാൻ പറ്റും, ഈ ലോകം മുഴുവൻ നമ്മളെ മാറ്റി നിർത്തിയാലും കർത്താവ് ചേർത്ത് നിർത്തും. ചേർത്ത് ഒറ്റയാൾ ഇതേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു കാര്യം ഞാൻ ബ്രദറിനോട് പറയാം. നമ്മൾ പഴയ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കല്ലേമുട്ടി എന്ന് പറഞ്ഞൊരു മീനുണ്ട്. അതെപ്പോഴും ഈ കല്ലിനോട് ചേർന്നേ നിൽക്കുള്ളൂ, ഇല്ലേ ഇതിന് ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ എപ്പം ഞാൻ ഈ ഈശോയോട് ചേർന്ന് നിന്നില്ല എങ്കിൽ ഇന്ന് ഞാൻ ആഴക്കടലിൽ നമ്മുടെ ബാലൻസ് ആയിട്ട് പോകും. അതുപോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ആ കല്ലിനോട് ഒരുമി നിൽക്കാൻ മാത്രം ഇനി സിസ്റ്റായി സഹായിക്കുന്നു. ഇനി നന്ദി പറഞ്ഞു തീർക്കാനുള്ളൂ എനിക്ക്. സിസ്റ്റായിസ് അങ്ങേയറ്റം വരെ നന്ദി പറഞ്ഞു തീർക്കുക തമ്പുരാന്. ഒത്തിരി സന്തോഷം ലാൽചന്ദ്രറെ. അങ്ങയുടെ ഈ തീവ്രവും തീക്ഷ്ണവുമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ അങ്ങ് ഇത്രത്തോളം വന്നു. ഇപ്പം എനിക്കറിയാം ബിസിനസ്സിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്, അതിനിടയിലും സമയം കണ്ടെത്തി. ഒപ്പം തന്നെ ഇനിയും ഈ ബിസിനസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലും പണ്ടത്തേതിനേക്കാൾ അധികമായിട്ട് ശക്തിയോടെ മുന്നോട്ട് പോകണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹവും ഒക്കെ നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്. ദൈവം അതിനുള്ള വഴികൾ തുറക്കട്ടെ. ധാരാളം വാതിലുകൾ അങ്ങയുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാൽചന്ദ്രൻ്റെ ജീവിതാനുഭവങ്ങൾ നിശ്ചയമായിട്ടും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്കൊക്കെ വന്ന് തളർന്നു പോയ ഒത്തിരി പേരുണ്ട്. ശുശ്രൂഷയ്ക്ക് അവസാനിപ്പിച്ചിട്ട് എല്ലാം മടുത്ത് ഇനി ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് കേട്ട് പ്രത്യേകമായിട്ട് പറയട്ടെ, ഒന്നും അവസാനിച്ചിട്ടില്ല കേട്ടോ, ഒന്നും അവസാനിച്ചിട്ടില്ല, ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും കർത്താവിൻ്റെ കരങ്ങളിൽ അതിശക്തമായിട്ട് പ്രയോജനപ്പെടുവാനായിട്ട് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ഈശോ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീപിടിച്ച മറ്റൊരു ശുശ്രൂഷകനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.